ഒരിക്കൽ ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു. തന്റെ ജീവിതത്തിന്റെ ദൗത്യം മറ്റുള്ളവരെ പ്രാർത്ഥന പഠിപ്പിക്കലാണെന്നും ദൈവത്തിന് അടിമപ്പെട്ട് ആ അനുഷ്ഠാനങ്ങളിൽ മുഴുകി ജീവിക്കലാണെന്നും അയാൾ കരുതി. അതിനുവേണ്ടി അഹോരാത്രം ആ പ്രവർത്തനങ്ങളിൽ മാത്രം മുഴുകി ജീവിച്ചു. അയാളുടെ പ്രവർത്തനങ്ങൾ ഏകദേശം ആ പ്രദേശത്തുള്ളവരെ ഭക്തിമാർഗങ്ങളിൽ ജീവിക്കാനും നല്ല പ്രാർത്ഥന നടത്താനും പഠിപ്പിച്ചു. ദൂരെ ദിക്കുകളിലേക്ക് പോലും അദ്ദേഹത്തിന്റെ പ്രശസ്തി വ്യാപിച്ചു. പക്ഷെ അദ്ദേഹം നിരാശനും ദുഃഖിതനുമായിരുന്നു. കാരണം അകലെയുള്ള പ്രദേശങ്ങളിലെ മനുഷ്യർക്ക് ശരിയാവണ്ണം പ്രാർത്ഥിക്കാൻ അറിയാത്തതും ദൈവത്തിനു വേണ്ടി അവർ ഒന്നും ചെയ്യാത്തതും അദ്ദേഹത്തെ സംബന്ധിച്ച് ദുഃഖം തന്നെയായിരുന്നു. അങ്ങനെ ബിഷപ്പ് ഒരു തീരുമാനമെടുത്തു. ഓരോ ദിവസവും വ്യത്യസ്ത ദിക്കുകളിലേക്ക് യാത്ര പോകണം. എന്നിട്ട് തന്റെ ഉദ്യമം വിജയിപ്പിക്കണം. അദ്ദേഹം പിറ്റേന്ന് തന്നെ യാത്ര തിരിച്ചു. കപ്പലിലായിരുന്നു യാത്ര. യാത്രക്കാരെയും തന്റെ സുവിശേഷം കേൾപ്പിക്കുകയും വ്യത്യസ്ത പ്രാർത്ഥനകൾ പഠിപ്പിക്കുകയും ചെയ്തു. യാത്രയുടെ ഇടവേളകളിൽ എപ്പോഴോ ആ കപ്പലിൽ ഉണ്ടായിരുന്ന ഒരു മുക്കുവൻ 3 പുണ്യാത്മാക്കളുടെ പ്രവൃത്തിയെക്കുറിച്ച് പറയാൻ ആരംഭിച്ചു. ബിഷപ്പിന് താല്പര്യം തോന്നി. അദ്ദേഹം അവരെക്കുറിച്ച് കൂടുതൽ ചോദിച്ചു. രൂപത്തിൽ ഒരാൾ നല്ല പൊക്കത്തിലും മറ്റേയാൾ കുള്ളനും മൂന്നാമത്തവൻ കൂനനുമാണെന്ന് മുക്കുവൻ പറഞ്ഞുറപ്പിച്ചു. പിന്നെ അവരുടെ പ്രവൃത്തികളെക്കുറിച്ചായി. ഒരിക്കൽ ഞങ്ങൾ കപ്പൽ അപകടത്തിൽപ്പെട്ടപ്പോൾ ഞങ്ങളെ രക്ഷിക്കുകയും മുറിവിൽ മരുന്ന് വെച്ച് കെട്ടി ഭക്ഷണം തന്ന് അവസാനം എല്ലാം സുഖപ്പെട്ടപ്പോൾ യാത്രയാക്കുകയും ചെയ്തു. മുക്കുവൻ ആ ഓർമ്മകളിൽ മുഴുകി നന്ദിയുള്ളവനായി. ബിഷപ്പിന് അവരെ കാണണമെന്നുണ്ടായിരുന്നു. അതുപ്രകാരം കപ്പൽ 3 പുണ്യാത്മാക്കൾ താമസിക്കുന്ന ദ്വീപിനടുത്ത് നങ്കൂരമിടുകയും മുക്കുവനോടൊപ്പം ബിഷപ്പ് അവിടേക്ക് പ്രവേശിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ അവരെ ബിഷപ്പിന് കാണാൻ കഴിഞ്ഞു. മുക്കുവൻ പറഞ്ഞ പോലെ ഒരാൾ പൊക്കമുള്ളവനും മറ്റേയാൾ കുള്ളനും മൂന്നാമൻ കൂനനുമായിരുന്നു. എന്തുകൊണ്ടാണ് അവരെ പുണ്യാത്മാക്കൾ എന്ന് വിളിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് ഒട്ടും മനസ്സിലായില്ല. കാരണം അവരുടെ മുഖത്ത് അങ്ങനെയുള്ള ഐശ്വര്യമോ വ്യത്യസ്തമായ ഒരു വ്യക്തിത്വ പ്രഭാവമോ ബിഷപ്പിന് കാണാൻ കഴിഞ്ഞില്ല. കണ്ടയുടനെ ബിഷപ്പ് പറഞ്ഞു, എനിക്ക് നിങ്ങളെ കൂടുതൽ അറിയണമെന്നുണ്ട്. പറയൂ, ദൈവത്തോടുള്ള പ്രാർത്ഥന എങ്ങനെയാണ് നിങ്ങളുടേത്? അവർ 3 പേരും അതിന് മറുപടിയായി പറഞ്ഞു, ഞങ്ങൾക്ക് പ്രാർത്ഥന എന്തെന്നറിയില്ല. അവർ കൈമലർത്തി. അതുകേട്ട് ബിഷപ്പിൽ അമ്പരപ്പുണ്ടായി. എന്ത്, നിങ്ങൾക്ക് പ്രാർത്ഥന അറിയില്ലെന്നോ? അതെ ഫാദർ, ഞങ്ങൾക്ക് ഒട്ടും അറിയില്ല. ഞങ്ങൾക്ക് ആകെ അറിയുന്നത് ഭക്ഷണം കിട്ടുമ്പോൾ നന്ദി പറയുക എന്ന് മാത്രമാണ്. ആകട്ടെ, നിങ്ങൾ ദൈവത്തിനു വേണ്ടി എന്താണ് ചെയ്യുന്നത്? ബിഷപ്പിന്റെ അടുത്ത ചോദ്യവും ഉടനെയായിരുന്നു. അതിനും അവർക്ക് അനുയോജ്യമായ മറുപടി ഉണ്ടായില്ല. കടുത്ത നിരാശനായ ബിഷപ്പ് അപ്പോൾ തന്നെ അവരെ പ്രാർത്ഥന പഠിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ എത്ര ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞിട്ടും പാടിയിട്ടും അവർക്കൊന്നും ഏറ്റുപറയാനും പാടാനും സാധിക്കുന്നില്ല എന്ന ബോധ്യമായപ്പോൾ ബിഷപ്പ് അക്ഷോഭ്യനായി. എങ്കിലും ആത്മസംയമനം തിരിച്ചെടുത്ത് തന്റെ ദൗത്യത്തെ നിറവേറ്റാൻ വേണ്ടി അവർക്ക് പ്രാർത്ഥനകൾ ചൊല്ലേണ്ട വിധവും പ്രാർത്ഥനകളും തന്നാലാവുന്ന വിധം പഠിപ്പിച്ചു കൊടുത്തു. ഒരുവിധം ഉരുവിടാൻ പാകത്തിൽ അവർ പഠിച്ചു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം തിരിച്ചു പോകാൻ തയ്യാറെടുത്തു. അപ്പോഴാണ് ആ വലിയ ദുരന്തം സംഭവിച്ചത്. അവിടെ നങ്കൂരമിട്ടിരുന്ന അവരുടെ കപ്പലിനെ വിഴുങ്ങാനായി ഒരു കൂറ്റൻ തിരമാല ആഞ്ഞാർത്തുകൊണ്ട് പാഞ്ഞടുക്കുകയാണ്. ഉടനെ അത് സംഭവിച്ചു. ബിഷപ്പിന്റെ കൂടെ നിന്നിരുന്ന ആ പുണ്യാത്മാക്കൾ തിരമാലകൾക്കു മീതെ ഓടിപ്പോകുന്നതാണ് പിന്നീട് അദ്ദേഹം കണ്ടത്. തിരമാലകൾക്കുമേൽ മറ്റൊരു തിരമാല പോലെ കടലിനെ ശാന്തമാക്കിക്കൊണ്ട് അവർ ആ കപ്പലിനെ സംരക്ഷിക്കുകയും യാത്രക്കാരെ സുരക്ഷിതമാക്കുകയും ചെയ്തു. അത് കണ്ട് അമ്പരന്നു പോയ ബിഷപ്പ് അവരുടെ കാൽക്കൽ വീണ് മാപ്പ് ചോദിക്കുകയും യഥാർത്ഥ പ്രാർത്ഥന എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു.